ഹായ് ഫ്രണ്ട്സ്, അടപ്രഥമൻ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് കണ്ടു നോക്കിയാലോ. അതിനായി 200 ഗ്രാം അടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 200 ഗ്രാം അടയ്ക്ക് 400 ഗ്രാം ശർക്കര, അതല്പം വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. എന്നിട്ട് അത് നമുക്കൊരു അരിപ്പയിലേക്ക് നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് അട വേവിച്ചെടുക്കാം. ഒരു പാത്രത്തിൽ അല്പം വെള്ളം വെച്ച് തിള വരുമ്പോൾ അതിലേക്ക് അല്പം നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ അടയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെന്തതിന് ശേഷം നമുക്കതൊരു അരിപ്പയിലേക്ക് ഊറ്റി മാറ്റി വെക്കാവുന്നതാണ്. എന്നിട്ട് ഒരല്പം പച്ചവെള്ളത്തിലും കൂടെ ഒന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് അല്പം നെയ്യും കൂടെ ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ടൊരു കടായി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഉരുക്കിയ ശർക്കര ചേർത്ത് കൊടുത്ത് അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെന്ത അടയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ചവ്വരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചവ്വരി ഒരു 5 മണിക്കൂറോളം കുതിർത്ത് വെച്ചതാണ്. ഇല്ല വേവിച്ചിടണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേവിച്ച് ചേർത്താലും മതി. ആ ശർക്കരയൊക്കെ അടയിലേക്ക് നന്നായിട്ട് പിടിച്ച് ഇതുപോലെ വരണ്ട് വരുന്ന സമയമാകുമ്പോൾ നമുക്കതിലേക്ക് 2ാം പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു വലിയ തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. 2ാം പാൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുന്ന സമയമാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ്. എന്നിട്ട് ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്കതിലേക്ക് 1ാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. 1ാം പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും മുന്തിരിയും തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ അടപ്രഥമൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്